ഇന്ന് എല്ലാ കണ്ണുകളിലും ദില്ലിയിലാണ്. അരവിന്ദ് കേജ്രിവാളിന്റെ അടുത്ത നീക്കം എന്താണ്? ഇന്ന് വൈകുന്നേരം 4:15 രാജ്ഭവനിലെത്തി രാജി സമർപ്പിക്കുമെന്ന് അരവിന്ദ് കേജ്രിവാൾ പറയുമ്പോഴും എല്ലാവർക്കും ഒരു സംശയം മാത്രം ബാക്കി നിൽക്കുകയാണ്. കാരണം അരവിന്ദ് കേജ്രിവാൾ ആയതുകൊണ്ട് അടുത്ത നീക്കം എന്താണെന്ന് പറയുക സാധ്യമല്ല. ഒരുപക്ഷെ രാജിവെക്കുകയാണോ അതോ മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള ശുപാർശ ആണോ നൽകുക എന്നുള്ളത് അറിയില്ല. ഏതായാലും ഇന്ന് 12 മണിയോടുകൂടി കാര്യങ്ങൾക്കൊരു ഏകദേശ തീരുമാനമാകും. ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രിയെ നിയമിക്കാനുള്ളൊരു സാധ്യതയാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചിലരും ചിന്തിക്കുന്നുണ്ട്. കാരണം അരവിന്ദ് കേജ്രിവാൾ ആയതുകൊണ്ട് മുൻപ് ഇത്തരത്തിലൊരു നീക്കം അദ്ദേഹം നടത്തിയിട്ടുള്ളത് കൊണ്ടും 2014 കേവലം 49 ദിവസം പ്രായമായ തൻ്റെ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണത്തിന് കീഴിലേക്ക് ദില്ലിയെ തള്ളിവിട്ട അരവിന്ദ് കേജ്രിവാൾ ഇത്തവണയും അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിന് പ്രധാന കാരണം അരവിന്ദ് കേജ്രിവാളിനെ സംബന്ധിച്ച് ഒരു ടൈം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് അടുത്ത വർഷമാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനൊരു ഷോർട്ട് ടൈം അവർക്ക് കിട്ടിയാൽ, അതായത് ഇപ്പോൾ മന്ത്രിസഭ പിരിച്ചുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് പോയാൽ സ്വാഭാവികമായി രാഷ്ട്രപതി ഭരണം വരും. ആ കിട്ടുന്ന കാലയളവിൽ പ്രചരണം നടത്തി വീണ്ടും തിരിച്ചു വരാനാകും എന്ന് അരവിന്ദ് കേജ്രിവാൾ കരുതുന്നു. മറ്റൊരു വശം പറയുന്നത് അരവിന്ദ് കേജ്രിവാളിന് നന്നായി അറിയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 8 നിലയിൽ പൊട്ടുമെന്ന്. അതിന് തൻ്റെ തലയിൽ അത് വേണ്ട എന്ന് കരുതി മാറി നിൽക്കുകയും പകരം വേറൊരു മുഖ്യമന്ത്രി ആ സ്ഥാനത്തേക്ക് ആ പാപഭാരം പേറാനായി നിയമിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഏതായാലും തന്ത്രശാലിയായ അരവിന്ദ് കേജ്രിവാളിൻ്റെ അടുത്ത നീക്കം ഉറ്റുനോക്കുകയാണ് രാജ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.